കത്തിസ്മ 7 സങ്കീർത്തനം 48 മുതൽ 55 വരെയാണ്. ഇവിടെ നമ്മൾ സങ്കീർത്തനം 48ഉം 49ഉമാണ് വായിക്കുന്നത്. സങ്കീർത്തനം 48 ഒരു ഗീതം, കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും ആകുന്നു. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവും ആകുന്നു. അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഇതാ, രാജാക്കന്മാർ കൂട്ടം കൂടി, അവർ ഒന്നിച്ച് കടന്നുപോയി. അവർ അത് കണ്ട് അമ്പരന്നു, അവർ പരിഭ്രമിച്ച് ഓടിപ്പോയി. അവർക്ക് അവിടെ വിറയൽ പിടിച്ചു, നോവ് കിട്ടിയവൾക്കെന്ന പോലെ വേദന പിടിച്ചു. നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീഷ് കപ്പലുകളെ ഉടച്ചു കളയുന്നു. നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നഗരത്തിൽ, നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു. ദൈവം അതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കുന്നു. ദൈവമേ, നിൻ്റെ മന്ദിരത്തിൻ്റെ മധ്യേ ഞങ്ങൾ നിൻ്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു. ദൈവമേ, നിൻ്റെ നാമം പോലെ തന്നെ നിൻ്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു. നിൻ്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു. നിൻ്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാപുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യും. സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുവിൻ, അതിൻ്റെ ഗോപുരങ്ങളെ എണ്ണുവിൻ. വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്ന് നോക്കുവിൻ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ ജീവപര്യന്തം വഴി നടത്തും. ആമേൻ. സങ്കീർത്തനം 49. സംഗീത പ്രമാണിക്ക് കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. സാമാന്യ ജനവും ശ്രേഷ്ഠജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ എൻ്റെ വായ്ജ്ഞാനം പ്രസ്താവിക്കും. എൻ്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെ ആയിരിക്കും. ഞാൻ സദൃശ്യവാക്യത്തിന് എൻ്റെ ചെവി ചായ്ക്കും. കിന്നരനാദത്തോടെ എൻ്റെ കടങ്കഥ കേൾപ്പിക്കും. അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കയില്ല. ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറയായും നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു. എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കയില്ല. അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. മൃത്യു അവരെ മേയിക്കുന്നു. നേരുള്ളവർ പുലർച്ചയോടെ അവരുടെ മേൽ വാഴും. അവരുടെ രൂപം ഇല്ലാതെയാകും. പാതാളം അവരുടെ പാർപ്പിടം. എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. അവൻ എന്നെ കൈക്കൊള്ളും. ഒരുത്തൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല. അവൻ്റെ മഹത്വം അവനെ പിൻചെല്ലുകയും ഇല്ല. അവൻ ജീവനോടിരുന്നപ്പോൾ താൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യർ നിന്നെ പുകഴ്ത്തും. അവൻ തൻ്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്ന് ചേരും. അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനാകയാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ ആകും.